ഹലോ ഓൾ, ലേണപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 7ാമത്തെ ചാപ്റ്ററാണ്. വിൻഡോസ് ഓഫ് നോളജ്, അറിവിന്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗമാണ്. നോട്ടീസ് ദ ഡീറ്റെയിൽസ് ഓഫ് വിഷൻ ഓഫ് സം അതർ ക്രീച്ചേഴ്സ്. മറ്റു ചില ജീവികളുടെ കാഴ്ചവിശേഷങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്യാമിലോൺ, അതായത് മരയോന്ത്. ക്യാമലോൺസ് ഐസ് ആർ ഡിഫറൻറ്റ് ഫ്രം ദോസ് ഓഫ് ദി അതർ ക്രീച്ചേഴ്സ്. മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായ കണ്ണുകളാണ് മരയോന്തിൻ്റേത്. ദേ ക്യാൻ മൂവ് ദെയർ ടു ഐസസ് ഇൻ ടു ഡിഫറൻറ്റ് ഡയറക്ഷൻ. രണ്ട് കണ്ണുകളും വ്യത്യസ്ത ദിശയിലേക്ക് തിരിക്കാൻ കഴിയുന്നു. സീ ഡിഫറൻറ്റ് സൈറ്റ്സ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം തന്നെ രണ്ട് വ്യത്യസ്ത കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കുന്നു. രണ്ടാമത്തെ ഔൾ അഥവാ മൂങ്ങ. ദ ഔൾ ഹാസ് ടു ലാർജ് ഐസസ് റൈറ്റ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദി ഹെഡ്. തലയ്ക്ക് മുൻവശത്തായി രണ്ട് വലിയ കണ്ണുകളാണ് മൂങ്ങിയിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ടേൺ ഇറ്റ് ദ ഹെഡ് ബാക്ക് ആൻഡ് സീ ദ സൈറ്റ് ബിഹൈൻഡ്. തല പുറകിലോട്ട് തിരിക്കുമ്പോൾ ഈ കണ്ണുവെച്ച് പുറകിലെ കാഴ്ചകൾ. നെക്സ്റ്റ് ക്യാറ്റ്. ദ പ്യൂപ്പിൾ ഓഫ് ദി ഐ ഓഫ് ദി ക്യാറ്റ് റിമെയിൻ കോൺട്രാക്റ്റഡ് ഇൻ ദ ഡേ ലൈറ്റ് ആൻഡ് ഫുള്ളി ഡയലേറ്റഡ് അറ്റ് നൈറ്റ്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ സമയത്ത് ചുരുങ്ങിയും രാത്രി സമയത്ത് പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. They have the ability to utilize even dim light, so they can see even in the dim light. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കുന്നു. നോയിങ് ദ ക്ലോസ്ഡ് ഐസ്. കണ്ണടച്ചാലും അറിയും. അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കി, അപ്പം നമുക്ക് ദൂരെയുള്ള സൗണ്ടും ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് നമ്മുടെ ശരീരത്തിലെ ചെവി ഉപയോഗിച്ചാണ്. The ear helps to hear. What are the different part of the ear? നമ്മുടെ ചെവിയുടെ പുറത്തുള്ളൊരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. What we see in the pinna? The outer part of the ear. The role of pinna is to receive sound and direct them into the ear. It is when these sound pass through different part of the ear and reach the brain that we recognize sound. നാം കാണുന്നത് ചെവിയുടെ പുറമെയുള്ള ചെവിക്കുട മാത്രമാണ്. ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തുകയാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ഇവിടെ ചെവിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കി, നമ്മുടെ ചെവി കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ചെവിയുടെ അകത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുവഴിയാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇയർ. ചെവി സംരക്ഷിക്കാം. ഡു നോട്ട് പുട്ട് പോയിന്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ. ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട്സ് കണ്ടിന്യൂസ്ലി. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്. ഡു നോട്ട് പൗർ വാട്ടർ ഓർ അതർ ലിക്വിഡ് ഇൻ ടു ദ ഇയർ. ചെവിക്കുള്ളിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ഡു നോട്ട് ലെറ്റ് ദ ഇയർ റിസീവ് എനി ബ്ലോ. ചെവിക്കുള്ളിൽ ആഘാതം ഏൽപ്പിക്കരുത്. നെക്സ്റ്റ്, ഹിയറിംഗ് എയ്ഡ്സ്. People lose their hearing ability due to many reasons. The difficulties experienced by the deaf are beyond words. The device they use are called hearing aids. They are mechanisms in them to enable hearing with clarity. പല കാരണങ്ങളാൽ മനുഷ്യൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടാറുണ്ട്. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല. ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. ത്രൂ സ്നേക്സ് ഡു നോട്ട് പൊസസ് എക്സ്റ്റേണൽ ഇയേഴ്സ്. ദേ ആർ ഏബിൾ ടു മേക്ക് ഔട്ട് ഈവൻ ദി സ്ലൈറ്റ്നസ് മൂവ്മെന്റ് ഓൺ ദി ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഇന്റേണൽ ഇയർ. പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരിക കർണം ഉപയോഗിച്ച് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് ത്രൂ സ്നേക്സ് cannot hear the sound transmitted through air, they can identify sound transmitted through the ground. വായിലൂടെ വരുന്ന ശബ്ദം പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. സെൻസിങ് ബൈ സ്മെൽ. മണം അറിയാൻ. അടുത്ത ചക്ക മുറിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുന്നത്? ഹൗ ഡു പീപ്പിൾ കം ടു നോ വെൻ റൈപ്പ് എ ജാക്ക് ഫ്രൂട്ട് കട്ട്? വിച്ച് ഓർഗൻ ഹെൽപ്പ് us to this? ഏത് അവയവമാണ് ഇതിന് സഹായിക്കുന്നത്? ഇറ്റ് ഈസ് ദ നോസ് ദാറ്റ് ഹെൽപ്പ് us detect smell. മണം അറിയാൻ സഹായിക്കുന്ന അവയവമാണ് മൂക്ക്. ഹ്യൂമൻ ബീങ്സ് ജനറലി ഹാവ് വീക്ക് സെൻസ് ഓഫ് സ്മെൽ. മെനി ക്രീച്ചേഴ്സ് ഹാവ് സ്ട്രോങ് സെൻസ് ഓഫ് സ്മെൽസ് ദാൻ ഹ്യൂമൻസ്. മനുഷ്യന് പൊതുവെ ഘ്രാണശക്തി കുറവാണ്. പല ജീവികൾക്കും മനുഷ്യനേക്കാൾ ഘ്രാണശക്തിയുണ്ട്. സ്റ്റാൾവാർട്സ് ഓഫ് സ്മെൽ. ഷാർക്സ് ആർ ദ സ്റ്റാൾവാർട്സ് ഓഫ് സ്മെൽ.
They can detect the smell of blood spilt at the far distance in the sea. ഘ്രാണശക്തിയിൽ സ്രാവുകളാണ് ഏറ്റവും വമ്പന്മാർ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ഇവയ്ക്ക് കഴിയുന്നു. The dog is another animal with strong ability to identify things by smell. You might have seen dog urinating frequently on the way they move. This is to trace the way back to the smell. Dogs are used in the field of crime investigation due to their ability to smell and identify things. മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായകൾ. അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണ്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നു. Have you seen snake frequently putting out their tongue? Do you know why? Snakes uses tongue recognizing smell. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് കണ്ടിട്ടില്ലേ? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. ദ വേൾഡ് ഓഫ് ടേസ്റ്റ്, രുചിയുടെ ലോകം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാണ്? ഈസ് ഇൻ ദ ടേസ്റ്റ് ദാറ്റ് യു മേക്ക് എസ് ലൈക്ക് ഫുഡ് ഐറ്റംസ്. ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് മുഖ്യ കാരണം അതിൻ്റെ രുചിയല്ലേ? ഇറ്റ് ഈസ് ദ ടങ് ദാറ്റ് ഹെൽപ്പ് us ഡിറ്റക്ട് ടേസ്റ്റ്. രുചി നമ്മെ അറിയിക്കുന്ന അവയവമാണ് നാക്ക്. ഐഡന്റിഫൈ ടേസ്റ്റ്, രുചി അറിയും വിധം. ഫുഡ് ഡിസോൾവ് ദ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദി ടങ്. ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിക്കും. When this stimulation reaches the brain as impulses through nerves as identifying taste. It is with the help of taste buds that we identify salt, sour, taste, sweetness, bitterness, etc. in the food. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്തോടെയാണ്. വിവിധ രസമുകുളങ്ങൾ നാവിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ട് എന്ന് ചിത്രത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന നാക്കിന്റെ ചിത്രം ഒന്ന് നോക്കിയേ. നമ്മുടെ നാക്കിന്റെ ഏറ്റവും അറ്റത്താണ് സ്വീറ്റ് എന്ന ടേസ്റ്റ്. അതിന്റെ ഒരു സൈഡിൽ സാൾട്ട് ടേസ്റ്റ് ബഡും അതിന്റെ ഇപ്പത്തെ സൈഡിലും സാൾട്ട് ടേസ്റ്റ് ബഡാണ്. അതിന് ശേഷമുള്ളത് സോർ ടേസ്റ്റ് ആണ്. അതിനുശേഷം ബിറ്റർ ടേസ്റ്റും ആണ്. സെൻസിങ് ബൈ ടച്ച്, തൊട്ടറിയാം. സൗണ്ട് വി ഫീൽ വെൻ സ്മോൾ ആൻഡ് മൂവ് ഓൺ അവർ ബോഡി. വി ഓൾസോ ഫീൽ വൈൽ ഡ്രിങ്ക് ഹോട്ട് ടീ ഓർ വെൻ എ തോൺ പീസ് ഓൺ അവർ ഫുഡ്. ഒരു കുഞ്ഞിനുറുമ്പ് ശരീരത്തിലൂടെ ഇഴയുന്നത് നാം അറിയാറില്ലേ? ചൂട് ചായ കുടിക്കുമ്പോഴും കാലിൽ മുള്ളുകൊള്ളുമ്പോഴും ഒക്കെ നാം അറിയുന്നു. ഇതെല്ലാം നമുക്ക് എങ്ങനെയാ സാധ്യമാകുന്നത്? വി സെൻസ് ടച്ച് ബൈ മീൻസ് ഓഫ് ദി സ്കിൻ. ദ സ്കിൻ കവേഴ്സ് അവർ എൻറ്റയർ ബോഡി. സ്പർശനം അറിയുന്നത് ത്വക്ക് മുഖേനയാണ്. ത്വക്ക് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു. സ്പർശനത്തിലൂടെ എന്തെല്ലാമാണ് നാം തിരിച്ചറിയുന്നത്? വാട്ട് ഓൾ ഡു റിയലൈസ് ബൈ മീൻസ് ഓഫ് ടച്ച്? ഹീറ്റ്, ചൂട്, സ്മൂത്ത്നെസ്, മിനുസം, സോഫ്റ്റ്നെസ്, മാർദ്ദവം, ഷേപ്പ്, ആകൃതി, ആൻഡ് സൈസ്, വലിപ്പം. വാട്ട് ഓൾ ഷുഡ് ബി ഡൺ ഇൻ ദ പ്രൊട്ടക്ട് ഓഫ് അവർ സ്കിൻ? വി ഷുഡ് ക്ലീൻ ദ സ്കിൻ വെരി വെൽ വൈൽ ബാത്തിങ്. കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. We should protect the skin from excessive and cold and heat. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. We have learned how information is given by various parts of the body. Observe the picture and complete the table. Situation in the figure. A child looking at the rainbow. മഴവില്ല് നോക്കുന്ന കുട്ടി. Information gain. Colors of rainbow. Shape of the rainbow. Organ made use of eyes. രണ്ടാമത്തെ, ഒരു അന്ധൻ നടന്നു പോകുമ്പോൾ പട്ടി കുരയ്ക്കുന്നു. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? പട്ടി കുരയ്ക്കുന്നത് കേൾക്കുന്നു. ഏത് അവയവം ഉപയോഗിച്ചാണ്? വെൻ യൂസിങ് ഇയർ, ചെവി ഉപയോഗിച്ച്. മോതെ മാങ്ങാപ്പഴം തിന്നുന്ന കുട്ടി. ഇൻഫോർമേഷൻ ഗെയിൻ, മാങ്ങായുടെ രുചി അറിയുന്നു. ഓർഗൻ മെയ്ഡ് യൂസ് ഓഫ് ദിസ് ടങ്ക്. നാലാമത്തേത്, അടുക്കളയിൽ നിന്നും കറിയുടെ മണം പിടിക്കുന്ന കുട്ടി. എന്താണ്? മണം തിരിച്ചറിയുന്നു. ഏത് ഭാഗം ഉപയോഗിച്ച്? മൂക്ക് ഉപയോഗിച്ച്. സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ.
All living beings gather much information from the surroundings. The information is used to catch prey, to identify the mate and escape from enemies, and learn to the changes in the surroundings. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. There are certain organs in our creations. Human beings have 5 organs, namely eye, ear, nose, tongue and skin. These organs which give us information about the surroundings are the sense organs. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അവ തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. സെൻസ് ഓർഗൻ ക്ലീനിങ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. Which of the following way do you agree with for the protection and health of sense organs? Clean the body every day by taking bath is a ശരി. And protect the skin from excessive heat and cold ശരിയാണ്. സോപ്പ്, ക്രീം ആൻഡ് പൗഡർ ആർ റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് സ്കിൻ ശരിയാണ്. വാഷ് യുവർ ഐസ് ഡെയിലി വിത്ത് കോൾഡ് വാട്ടർ എല്ലാ ദിവസവും കണ്ണ് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകണം ശരിയാണ്. ഡു നോട്ട് റബ് ഐസ് വിത്ത് ഹാൻഡ് വെൻ ഡസ്റ്റ് ഓർ സ്മോൾ ക്രിയേഷൻസ് ഫാൾ ഓൺ ഇറ്റ് എന്തെങ്കിലും ചെറിയ സാധനങ്ങളോ പൊടിയോ എന്തിനും കണ്ണി വീണ കണ്ണ് തിരുമരുത്. ഡു നോട്ട് വാച്ച് ടി വി ഇൻ ഡാർക്ക് റൂം ഇരുട്ട മുറിയിലിരുന്ന് ടി വി കാണരുത്. ഡു നോട്ട് പുട്ട് പോയിന്റഡ് ഒബ്ജക്റ്റ് ഇൻ ടു ദി ഇയർ ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ഇന്റൻസ് ആൻഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. ഇപ്പൊ ഇന്ദ്രിയങ്ങളുടെ സംരക്ഷണത്തിന് കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. സ്നെൽസ് ചാർട്ട്. In a Snell's chart, letters, numbers or symbols are recorded in 7 lines in different sizes. The primary testing of vision is done by checking the number of lines you can read properly from top to bottom. The chart is to be read from a distance of 6 meters. സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. 7ാമത്തെ ചാപ്റ്റർ ഇവിടം കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.